ഹലോ, ഫേസ് ഇമോഷൻ റെക്കഗ്നിഷൻ എടുത്തവർക്ക് കൊളാബ് റൺ ചെയ്യാൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റെഫർ ദിസ് വീഡിയോ. ഇതാണ് നമ്മൾ നോക്കിയതുപോലെ കൊളാബിൻ്റെ പ്ലാറ്റ്ഫോം. വൺസ് യു ഗെറ്റ് ഇൻ ടു ദിസ് വിൻഡോ, ബിഫോർ യു കണക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പൈത്തൺ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യുക. പൈത്തൺ നോട്ട്ബുക്ക് ലൈക്ക് നോർമൽ പൈത്തൺ കോഡ് തന്നെയാണ്, പക്ഷെ ഫോർ റണ്ണിങ് ഓൺ ഇതേപോലത്തെ ക്ലൗഡ് റിസോഴ്സസ് വി യൂസ് ഒരു ജുപ്പിറ്റർ നോട്ട്ബുക്ക് എന്നൊക്കെ പറയും. സോ അത് ഞാൻ അയച്ചു തന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. ആൻഡ് വൺസ് യു ഓപ്പൺ ദാറ്റ്, then proceed to connect ചെയ്യുമ്പോൾ you can change the runtime to either T for GPU or TPU. CPU എടുക്കാണ്ടിരിക്കുക, because CPU always process things sequentially. നമുക്ക് ട്രെയിനിങ്ങിനൊക്കെ പാരലൽ പ്രോസസ്സിങ് required ആണ്. So you can either choose GPU or TPU. Save it and connect the resources. Sometimes the TPU wouldn't be available, then select connect without TPU. The availability would be based on ചില സമയത്ത് users would be using that much more. അപ്പോൾ ഗൂഗിൾ അത് പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. സോ വാട്ട് എവർ നമുക്ക് കിട്ടുന്നത് സെലക്ട് ചെയ്യാം ആൻഡ് കണക്ട്. We have connected. Then before you choose run all, we need to update the dataset for this. ഈ പ്രോഗ്രാമിന് ആവശ്യമായ ഡേറ്റാസെറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡേറ്റാസെറ്റ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ലോഡ് ആൻഡ് പ്രീ പ്രോസസ് ഡേറ്റയുടെ സെക്ഷൻ്റെ അകത്ത് CSV പാത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പാത്ത് അവിടെ നിന്ന് കിട്ടാനാണ് നമ്മുടെ ഡിവൈസിലാണെങ്കിൽ ഫയൽ സിസ്റ്റമിൽ നിന്ന് കിട്ടിയാണ്. ഇത് ക്ലൗഡ് റിസോഴ്സ് അല്ല, അവരുടെ സെർവറിലെ ഡേറ്റാസെറ്റ് ഇല്ല. സോ വി നീഡ് ടു അപ്ലോഡ് ഇറ്റ്. ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സൈഡിലേക്ക് കുറച്ച് മെനു ഉണ്ട്, അതിൽ ഫയൽസ് എടുക്കുക, അപ്ലോഡ് എടുക്കുക ആൻഡ് അപ്ലോഡ് ദ FEA 2013.CSV. ഒരു 280 സംതിങ് ഫയൽ സൈസ് ഉള്ളൊരു ഡേറ്റാസെറ്റ് ആണ്. ആൻഡ് വൺ വാർണിംഗ് ഇസ് ദാറ്റ് ഈ സെഷൻ സ്റ്റേ ചെയ്യുന്ന അത്രയും ടൈം മാത്രമേ ഈ ഒരു ഡേറ്റാസെറ്റ് ഈ ഒരു ഇവരുടെ മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അത് ക്ലിയർഡായി പോകുന്നതായിരിക്കും. സോ ഇഫ് യു നീഡ് ടു റൺ ഇറ്റ് നെക്സ്റ്റ് ഡേ സെയിം തിങ് റൺ ചെയ്യണമെങ്കിൽ യു വുഡ് ഹാവ് ടു ഡു ദിസ് അഗെയിൻ. Based on your internet speed, this upload may take some time. ഈ ഒരു ബഫർ റണ്ണിങ് കാണാൻ പറ്റും. ഈ ഒരു ബഫർ തീരുന്നത് വരെ you would have to wait. Alright, it's about to complete uploading. ഈ ബഫർ തീരുന്ന വരെ വെയിറ്റ് ചെയ്യും. It might take some time. And once it's uploaded, നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഫയൽ. ആൻഡ് ഈ ഒരു ഫയലിൻ്റെ പാത്താണ് നമ്മളിവിടെ ആക്ച്വലി പ്ലേസ് ചെയ്യേണ്ടത്. ആൻഡ് യൂഷ്വലി ദിസ് വുഡ് ബി ദ പാത്ത്. ഇഫ് യു വാണ്ട് ടു ബി മോർ ഷുവർ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ല 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. യു ക്യാൻ കോപ്പി ദ പാത്ത്, റീപ്ലേസ് ദിസ് വിത്ത് the actual path. Like same ആണ്. And once you're all set and done, you need to install some dependencies. ഈ TensorFlow, OpenCV, Python ഇതൊന്നും അവരുടെ സെഷനിൽ ഉണ്ടാവില്ല. We need to install it. Then നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ റണ്ണോൾ കൊടുക്കാം. ഓരോ സെല്ലായിട്ട് 1 by 1 റൺ ആയിക്കൊള്ളും. ആൻഡ് അഗെയിൻ ദിസ് വുഡ് ഓൾസോ ടേക്ക് സം ടൈം. പക്ഷെ ട്രസ്റ്റ് മീ, ഇത് നമ്മുടെ ഓൺ ഡിവൈസിലായിരുന്നെങ്കിൽ ലൈക്ക് മച്ച് മോർ ടൈം എടുക്കും. ഈ ഇൻസ്റ്റലേഷനും ഇമ്പോർട്ടിങ്ങും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ടൈം ആയിരിക്കും. പക്ഷെ ദർ ഇസ് വൺ പാർട്ട് ലൈക്ക് ട്രെയിനിങ് ദി മോഡൽ. നമ്മൾ മോഡൽ ട്രെയിൻ ചെയ്യുന്ന ഒരു ഏരിയ നമ്മൾ 50 ഇപ്പോക്സ് വെച്ചിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്. ഒരു ഇപ്പോക്ക് എന്തായിരുന്നു, അറ്റ് വൺസ് നമ്മുടെ മോഡൽ ഡേറ്റ സെറ്റ് കാണുന്നതിനാണ് ഒരു ഇപ്പോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ 50 ടൈംസ് ഒക്കെ കാണേണ്ട ആവശ്യം വരുമ്പോൾ വി വുഡ് നീഡ് എ ഡെഡിക്കേറ്റഡ് GPU ഓർ TPU. CPU ആണെങ്കിൽ, അതായത് നമ്മുടെ ഓൺ ഡിവൈസിൽ അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് സാധനം ഇല്ല എങ്കിൽ ഇറ്റ് വുഡ് ത്രോട്ടിൽ ദ പ്രോസസ്. അപ്പോൾ അതുകൊണ്ടാണ് കൊളാബ് സെഷൻ റൺ ചെയ്യാൻ പറയുന്നത്. സോ ദ ടൈം യു ടേക്ക് ടു റൺ ഇറ്റ് ഓൾ, ബെയർ വിത്ത് ഇറ്റ്, ബിക്കോസ് നമ്മുടെ ഓൺ ഡിവൈസിലാണെങ്കിൽ മച്ച് മോർ ദാറ്റ് വി വുഡ് നീഡ്. ഓക്കെ, സോ വെയിറ്റ് ഫോർ ഈ സെഷൻ ടു കംപ്ലീറ്റ്. ഓരോ സെഷൻ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ആ സൈഡിൽ ടിക്ക് മാർക്ക് കാണാൻ പറ്റും. യു ക്യാൻ സി. ആൻഡ് വൺസ് യു ഹാവ് കംപ്ലീറ്റഡ്, you would see the results, മോഡൽ റൺ ചെയ്ത്. ആൻഡ് ലാസ്റ്റ് യു ക്യാൻ അപ്ലോഡ് ആൻ ഇമേജ്. അവസാനത്തെ സെല്ലിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് യു ക്യാൻ മേക്ക് യുവർ ഓൺ പ്രൊഡിക്ഷൻസ് ഓൺ ദ ന്യൂ ഇമേജ്.